ക്യാമറ സെറ്റാണല്ലോ വീണ? അതെ സർ, ഇപ്പോഴേ റെക്കോർഡ് മോഡില്ല. ഓക്കെ, ഗുഡ്. വീണയോട് നിർബന്ധപൂർവ്വം അവർ പുറത്തു പോകാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞ് പെൻ ക്യാമറ എന്നെ ഏൽപ്പിക്കാം. ശരി സർ. വാ. ആ നന്ദൻ, താൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയത്. DYSP തരകൻ സാറും ആ ഫിലിപ്പോസും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്തോ ബിജു? അവന്മാരെ ഹാജരാക്കിയിട്ടുണ്ട്, പക്ഷേ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്തെന്ന് വരുത്തി റിലീസ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നന്ദൻ അതിന് ഒരിക്കലും സമ്മതിക്കരുത്. ഇന്ന് അവന്മാർ ഇവിടെ നിന്ന് ചാടിയാൽ പിന്നെ പൊങ്ങുന്നത് വല്ല ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ ആയിരിക്കും. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല ബിജു. ഇത് എൻ്റെ അസിസ്റ്റന്റാ വീണ. എന്തായാലും നന്ദൻ വന്ന കാര്യം ഞാൻ സാറിനൊന്ന് അറിയിക്കട്ടെ. നിങ്ങൾ അങ്ങോട്ടേക്ക്. ആ വാ. ആ എടാ, നമ്മുടെ വക്കീലെത്തി. ഇനി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. വക്കീൽ സാറേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ. വേണമെങ്കിൽ ഈ കാല് പിടിക്കാം. അതൊന്നും വേണ്ടടാ, സാറ് നമ്മളെ രക്ഷപ്പെടുത്താനല്ലേ വന്നത്. വക്കീൽ സാറേ, ഒരു ചായ പറയട്ടെ? സാറിന് ഇപ്പം ചായ പിടിക്കത്തില്ലായിരിക്കും. പിന്നെ സാറേ, ഇവിടുത്തെ മുന്തിയ സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. മാഡവും വരണം കേട്ടോ. നന്ദൻ, നിങ്ങൾ സാറ് വിളിക്കുന്നു. വാ. താനൊന്ന് പേടിക്കാതല്ലോ. അയാളിനി ഏത് കൊമ്പത്തെ വക്കീലാണെങ്കിലും നമ്മൾ പറയുന്ന വളയത്തിലൂടെ അവൻ ചാടും. മതി സാർ, അത് ഏറ്റാ മതി. അതിന് എന്നതാ ഈ ഫിലിപ്പോസ് ചെയ്തു തരേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. സർ, അഡ്വക്കേറ്റ് നന്ദൻ വന്നിട്ടുണ്ട്. വരണം വക്കീൽ സാറേ, ഞങ്ങള് സാറിനെ കാത്തിരിക്കുകയായിരുന്നു. ഇരുന്നാട്ടെ. ഇരിക്കണം മിസ്റ്റർ നന്ദൻ. ഇതെന്റെ അസിസ്റ്റന്റാ അഡ്വക്കേറ്റ് വീണ. അപ്പൊ എങ്ങനെയാ നന്ദകുമാർ സാറേ കാര്യങ്ങള്? നമുക്ക് ഈ കേസും തീർക്കണ്ടേ? എത്ര നാളെന്ന് കരുതിയ ഇതിങ്ങനെ ഇട്ടും ഇഴച്ചും കൊണ്ടുപോകുന്നത്? അത് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടല്ലേ? അത് ബുദ്ധിമുട്ട് തന്നെയാണ് സാർ. കേസ് എത്രയും വേഗം ഒരു തീരുമാനത്തിൽ എത്തണമെന്നാണ് എന്റെയും ആഗ്രഹം. അപ്പോ വക്കീലൊന്ന് സഹകരിച്ചാൽ അതിന് ഇന്ന് തന്നെ നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിയും, അല്ലേ ഫിലിപ്പോസേ? പിന്നല്ലേ, അതിനല്ലേ തരകൻ സാറ് തന്നെ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. CI കാര്യങ്ങളൊക്കെ വക്കീലിനോട് ബ്രീഫ് ചെയ്ത് കാണുമല്ലോ അല്ലേ? ഇല്ല സാർ, കേസുമായി ബന്ധപ്പെട്ട് സാറിനെ വന്നൊന്ന് കാണണമെന്ന് മാത്രമേ CI ബിജു പറഞ്ഞിട്ടുള്ളൂ. കാണണമെന്ന് പറഞ്ഞത് ഇതൊന്ന് കോംപ്രമൈസ് ആക്കാൻ തന്നെയാ. സാറേ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കും മുമ്പ് ഈ സാറിന്റെയും പിന്നെ ഈ കൂടെ വന്ന കൊച്ചിന്റെയും മൊബൈൽ ഈ മേശപ്പുറത്ത് വെക്കാൻ പറയണം സാറേ. സാറിന് നമ്മുടെ ഈ സംസാരം എങ്ങാനും ഒന്ന് പടം പിടിച്ച് വെക്കാൻ തോന്നിയാ നമ്മുടെ കാര്യം കെട്ട പൈനാപ്പിൾ പോലെ ആയിപ്പോവും. സാറിനൊന്നും തോന്നല്ലേ? അന്നത്തെ ഒരു പറ്റ് മനസ്സിൽ കിടക്കണോണ്ട് പറഞ്ഞതാ. പ്ലീസ് വക്കീലൊന്ന് സഹകരിക്കണം. പിന്നെന്താ വീണ, ആ മൊബൈലോട് വെച്ചേക്ക്. ഇനി പറ, എങ്ങനെയാ നമ്മുടെ കാര്യങ്ങൾ? ആദ്യം സാറിന് എന്താ പറയാനുള്ളതെന്ന് അറിയട്ടെ. കൂടുതൽ വളച്ചിട്ടൊന്നുമില്ലാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. മിസ്റ്റർ നന്ദകുമാറിന്റെ സിസ്റ്റർ ഈ കേസിൽ ഒരു വിക്ടിമാണെന്ന് എനിക്കറിയാം. അങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതിന് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഫിലിപ്പോസ് ചെയ്യാൻ തയ്യാറാണ്. ഇനിയിപ്പോ സാറിന് കാശായിട്ട് വാങ്ങുന്നതാ ബുദ്ധിമുട്ടെങ്കിൽ സാർ പറയുന്ന തരത്തില് നമുക്കത് ഡീൽ ചെയ്യാന്നേ. ഗോൾഡോ ലാൻഡോ ഫ്ലാറ്റോ അങ്ങനെ എന്നതാന്ന് വെച്ചാ സാറിന് ധൈര്യമായിട്ട് ചോദിക്കാം. സന്തോഷത്തോടെ ഞാൻ അതിനുള്ള സെറ്റപ്പ് ചെയ്യാം. എനിക്ക് കാശ് സ്വർണ്ണവും ഭൂമിയൊന്നും വേണ്ട സാറേ. എന്റെ അനുജത്തി ഉപദ്രവിച്ചമാര് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടക്കണം. അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള വഴിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. എടോ ഫിലിപ്പോസേ, ഇന്ന് ഒരു ദിവസം തന്റെ മോനും കൂട്ടുകാരനും കൂടി ഇവിടെ കിടക്കട്ടെ, അതും ലോക്കപ്പിൽ. ഇത് ഒരു ജയിലാണല്ലോ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഓ, എല്ലാം തരകൻ സാർ പറയുന്നത് പോലെ അവന്മാരിവിടെ 1 or 2 ദിവസം കിടന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ
അവരെ ഞാൻ സെൻട്രൽ ജയിലിലേക്ക് കയറ്റുകയില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്തോ സാറേ? എനിക്ക് FIR ഒന്ന് കാണുമായിരുന്നു. ആ FIR അതിനകത്ത് കാണാൻ മാത്രം ഒന്നും ഇല്ല വക്കീലേ. വഴിയെ പോയ വക്കീലിന്റെ പെങ്ങളെ കമന്റ് അടിച്ചെന്നോ കൂവിയൊന്നൊക്കെ ഉള്ളൂ. കേസ് കോടതിയിൽ പോയാലും നമുക്ക് ജാമ്യം കിട്ടണമല്ലോ. അതിനു വേണ്ടി ഫ്രെയിം ചെയ്തൊരു FIR, അത്രയേ ഉള്ളൂ. എവിടെ സാർ? എനിക്കതൊന്ന് വായിക്കണം. നിർബന്ധമാണോ? അതെ, നിർബന്ധം. ഞങ്ങളുടെ കാര്യം ഓർത്ത് സാറ് പേടിക്കണ്ട. പണിയറിയാവുന്ന 4-5 പേരെ നമ്മൾ നല്ല ദുട്ടു കൊടുത്ത് വെച്ചിട്ടുണ്ട്. പണിയൊക്കെ അവന്മാര് നോക്കിക്കോളൂ, അല്ലേ സാറേ? എന്താ വീണ, ഇവർക്ക് ബെയില് കിട്ടുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും കിട്ടും സർ. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ പോകട്ടെ സാറേ. അല്ല, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പാക്കിയിട്ട് പോകാന്നേ. ഇനി എന്ത് തീർപ്പാക്കാനാ സാറേ? സാർ ഇടപെട്ടതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇതിനൊരു തീർപ്പായല്ലോ. സന്തോഷം. ചെറുപ്പക്കാർ പിള്ളേരല്ലേ, ഈ ഒരു കേസിന്റെ പേരിൽ അവരുടെ ഭാവി ഇല്ലാതാകരുതല്ലോ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ എനിക്കിത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതെന്നെ വർത്തമാനാ സാർ ഈ പറയുന്നത്? കേസ് ഒത്തുതീർപ്പാക്കി തരാമെന്ന് പറഞ്ഞ് സാർ എന്റെ കയ്യിൽ നിന്ന് രൂപ 5 ലക്ഷം അല്ലേ വാങ്ങിച്ചത്? പിന്നെ ഗുണമില്ല എന്ന് പറഞ്ഞ തമ്പുരാൻ പൊറുക്കുകയില്ല കേട്ടോ. പിന്നെ ആ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ടിട്ട് നന്ദകുമാർ വേണേ വെക്കോ. ഓ, അപ്പൊ ഞാനറിയാതെ എന്റെ സ്റ്റേറ്റ്മെന്റും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? അതൊക്കെ തരകൻ സാർ കണ്ടറിഞ്ഞ് ചെയ്യില്ലേ? വക്കീലൊന്ന് ഒപ്പിട്ടാട്ടെ. പക്ഷേ ഇന്ന് എനിക്ക് ഒപ്പിടാൻ പറ്റില്ല. അതെന്താ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അതെ. എന്നാത്തിനാ സാറേ ആഴ്ചയും തീയതിയൊക്കെ നോക്കുന്നേ? വെള്ളിയാഴ്ചക്ക് എന്നതാ കുഴപ്പം? വെള്ളിയാഴ്ച ഞാനങ്ങനെ ഒന്നിലും ആർക്കങ്ങനെ ഒപ്പിട്ട് കൊടുക്കാറില്ല. നാളെ ആവട്ടെ. അല്ല, അതുവരെ ഈ പയ്യന്മാര് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു ലാവിഷല്ലേ? ഒരു ദിവസം അവന്മാരെ ഇവിടെ കിടക്കട്ടെ. എന്നാ പിന്നെ ഈ മൊബൈൽ എടുത്തോട്ടെ സാറേ. അപ്പോ നന്ദൻ ഇന്ന് ഒപ്പിടുന്നില്ല. പറഞ്ഞല്ലോ, ശനിയാഴ്ച എൻ്റെ ലക്കി ഡേയാ. ഒപ്പന്നിടാം. വരട്ടെ സാറേ. ഫിലിപ്പോ സാറേ, ഒന്ന് കാണണേ. ഓ, എന്നാ വേണമെന്ന് സാർ പറഞ്ഞാ മതി. ശരി, വേണ പോവാം. വക്കീല് നമ്മളെ കുഴയ്ക്കുവോ തരാൻ സാറേ? ഏയ്, അവനൊന്ന് അയഞ്ഞിട്ടുണ്ട്. നമ്മളോട് മുട്ടി നിൽക്കാൻ പറ്റില്ലെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും പുലി പോലെ വന്നത് എലി പോലെ പോയല്ലോ. എന്റെ പുണ്യാളച്ച, ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്താ വീണ, വിഷ്വൽസ് എല്ലാം പക്കയല്ലേ? ഞാനൊന്ന് പേടിച്ചിരുന്നു. എന്തായാലും ക്യാബ് മൊബൈലിൽ കണക്ട് ചെയ്ത് നോക്കിയപ്പോ വിഷ്വൽസ് എല്ലാം പക്കയാണ്, ഓഡിയോയും ബ്രൈറ്റ് ആണ്. വെരി ഗുഡ്. വീണ ഒരു കാര്യം ചെയ്യണം. ഓഫീസിലെത്തിയിട്ട് അപ്പം തന്നെ ആ വിഷ്വൽസ് പ്രതിഭയ്ക്ക് അയച്ചു കൊടുക്കണം. കാര്യങ്ങളൊക്കെ ഞാൻ പ്രതിഭയോട് പറഞ്ഞോളാം. ശരി സർ. പിന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിലും കൂടി ഇതൊന്ന് സ്റ്റോർ ചെയ്തേക്കണം. ശരി സർ. ആ സർ, ഞാൻ ദേ ഇവിടെ ഇറങ്ങിക്കോളാം. ഓക്കെ വീണ, എനിക്കിനി 1-2 പേരെ കൂടെ കാണാനുണ്ട്. ശരി സർ. അപ്പം നമ്മുടെ ഹാർഡ് ഡിസ്കിലെ വിഷ്വൽസ് സേവ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഇല്ല സർ, ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. ഹലോ പ്രതിഭ, താൻ തിരക്കിലാണോ? ഒന്നുമില്ല, നമ്മുടെ മിഷൻ സക്സസ് ആയിട്ടുണ്ട്. വിഷ്വൽസും ഓഡിയോ ഒക്കെ അധികം വൈകാതെ തന്റെ ഫോണിലെത്തും. വിത്തിൻ ഹാഫ് ആൻ അവർ.
നിങ്ങളുടെ ഓൺലൈൻ ഫോർമാറ്റിൽ ഇന്ന് തന്നെ വിഷ്വൽസ് കയറണം. നാളെ പത്രത്തിലും വാർത്ത കാര്യമായിട്ട് തന്നെ ഉണ്ടാവണം. എഡിറ്റർക്ക് അത്രയും വയ്ക്കില്ലല്ലോ. ഓക്കെ അതറിഞ്ഞാൽ മതി. ശരി, അപ്പോൾ എയർ ചെയ്യുന്ന ടൈം എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ശരി പ്രതിഭ, താങ്ക്സ് ലോട്ട്. എന്നിട്ട് അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ എപ്പോഴെത്തുക? ആ, ദേ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അയ്യോ, അപ്പൊ വരാൻ പറ്റില്ലേ? ഉദ്ഘാടനം കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യാനാ? ശരി ശരി, ഇഷ്ടം പോലെ ചെയ്യും. എന്താടി, എന്താ പ്രശ്നം? ആന്റിയും ഡോക്ടറും കൂടി ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാ. അപ്പൊ അവിടുത്തെ അമ്മച്ചിക്ക് വയ്യാതായി. ആഹാ, അമ്മച്ചി കൃത്യസമയം നോക്കി പണി തന്നല്ലേ? എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലാണോ? ആ, ഡേസി ആന്റിയും ഡോക്ടറും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ നെബുലൈസ് ചെയ്യാ. അത് ശരി. അപ്പോ അവര് വരില്ലെന്ന് ചുരുക്കം. ആ, ഹോസ്പിറ്റലിൽ നേരത്തെ ഇറങ്ങാൻ സാധിച്ച ചിലപ്പോ വന്നേക്കും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു രോഗിയെ കിട്ടിയ പിന്നെ അതിന്റെ പുറകെയല്ലേ. മാളു, എപ്പോഴാ ഗീതേച്ചി? സമയമായോ? ആ, സമയമായി വരുന്നു. വാ, നടക്ക്. സമയമായല്ലോ. ഇനി ആരാ വെയിറ്റ് ചെയ്യുന്നു? നമുക്ക് തുടങ്ങാം. കട്ട് ചെയ്യും. ഞാനല്ല, BP ഷോപ്പ് ഓപ്പൺ ചെയ്യേണ്ടത്. ഏയ്, ഞാനോ? അതൊന്നും ശരിയാവില്ല. അതൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റാ. താൻ തന്നെ ചെയ്താൽ മതി. അയ്യോ, അത് പറ്റില്ല. BP തന്നെ ചെയ്താൽ മതി. ശരിയാവില്ല, സമയം പോകുന്നു. ആ, നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലു പിടിച്ചാൽ എങ്ങനെയാ? നേരത്തിന് ഇതാരെങ്കിലും ഉദ്ഘാടനം ചെയ്തല്ലേ പറ്റൂ. BP ഏട്ടാ, ഒന്ന് ചെയ്യുന്നേ. ഏയ്, ഞാനിതൊന്നും എനിക്ക് തടസ്സം പറയാതെ ചെയ്യ് VP. ഒരു നല്ല കാര്യമല്ലേ? ശരിയാ, അങ്കിള് തന്നെ ഇനോഗ്രേഷൻ നടത്തിയാ മതി. അപ്പോ ആ സിസ്റ്റേഴ്സ് കൊടുത്ത് ഓൾ ദ വെരി ബെസ്റ്റ് മുതലാളി. അയ്യോ, മുതലാളിയൊക്കെ ദേ അവിടെ. അയ്യോ, ആ പട്ടം കൂടി ഇനി എനിക്ക് തരണ്ട. മുതലാളി തൊഴിലാളിയൊക്കെ താൻ തന്നെ ആയാൽ മതി. അല്ല മാളു? ആഹാ, ലഡു ഒക്കെ ഉണ്ടോ? താങ്ക് യു. അങ്ങോട്ടൂടെ കൊടുക്ക. എനിക്ക് ലഡുവില് മുന്തിരി ഇഷ്ടം. എനിക്ക് ലഡു ഇഷ്ടം. ഇത് വെച്ചു. അപ്പൊ ഇനി എന്താ പരിപാടി? ഇനിയല്ലേ ശരിക്കുള്ള ഉദ്ഘാടനം. ഫസ്റ്റ് ക്ലയന്റ് ദേ നിൽക്കുന്നു. ആ, എന്നാ നടക്കാം. ശാലിനി, എല്ലാം റെഡിയല്ലേ? അതെ മാം. എങ്കിൽ പിന്നെ ഫസ്റ്റ് കസ്റ്റമർ അങ്ങോട്ട് ഇരുന്നാട്ടെ. ഗീതേച്ചി, ഇവളുടെ കയ്യിൽ നിന്ന് പൈസ കണക്ക് പറഞ്ഞു മേടിച്ചോളണം. ഭയങ്കര പിശിക്കേ ഇവള്. ഓ പിന്നെ, കൂട്ടുകാരിയാണെന്ന് പരിഗണന വെച്ച് അമ്മ ഓസാതിരുന്നാ മതി. അയ്യടി, ഞാൻ കാശ് കൊടുത്തിട്ട് തന്നെയാ ചെയ്യുന്നത്.
ആരാണെങ്കിലും ഞാൻ കാശ് വാങ്ങിട്ടേ വിടുള്ളൂ. പോരെ? വാ മോളെ, ഇരിക്ക. അപ്പോ നമുക്ക് ആദ്യം ഐശ്വര്യായിട്ട് ഫേഷ്യൽ തുടങ്ങാം അല്ലേ? ശാലിനി. വെയിറ്റ് രണ്ടുപേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് തുടങ്ങിയതാ? പിന്നെന്താ? എന്താ വിപേട്ടും കൂടി ഇരിക്കുന്നുണ്ടോ? ഏയ്, എനിക്കല്ല. എനിക്കൊരു ഐഡിയ. നമുക്ക് അപ്പുനെ കൂടി ഇരുത്തിയാലോ? അപ്പുവും ആളും ഒരുമിച്ച് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ആവട്ടെ, എന്താ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. VIP ഇത് എന്തറിഞ്ഞിട്ടാ? ഇത് ലേഡീസ് പാർലറാ. ആയിക്കോട്ടെ, ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിത് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഇഷ്ടം, അല്ല ഗീത? ജനിച്ചപ്പം മുതലേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ? എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ രണ്ടുപേരും ഗീതയുടെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ആവട്ടെ. അതൊരു നല്ല തുടക്കമാവും, അല്ലേ? എന്തു പറയുന്നു അശ്വതി? അതെ, പക്ഷേ അപ്പുവിന് താല്പര്യമില്ലെങ്കിൽ? അപ്പു സമ്മതിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇരിക്കേ, നിങ്ങൾ രണ്ടുപേരും കൂടി ഐശ്വര്യമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്തേ. ഇരിക്കപ്പൂ, വിപേട്ടന്റെ ഒരു ആഗ്രഹമല്ലേ, ഇനി അത് മുടക്കണ്ട. ഗീത താമസിപ്പിക്കണ്ട, തുടങ്ങി വെച്ചോ. ഞാൻ തുടങ്ങാം. ഹലോ, നീ എവിടെയാ അപ്പു? വീട്ടിലാണോ? അതെ. എന്തെടുക്കാ? ബിസിയാണോ? ഏയ് അല്ല. നീ എന്താ വിളിച്ച? വെറുതെ വിളിച്ചതാ. നിന്നെന്ന് വിളിക്കണം തോന്നി. ഗീതാൻറ്റി പാർലറിൽ നിന്ന് വന്നോ? ഇല്ല, വരാൻ സമയാവുന്നേ ഉള്ളൂ. ആ, നമ്മുടെ കൈനീട്ടം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ 2-3 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് കുറച്ചു മുമ്പ് ഞാൻ ഗീതാൻറ്റി വിളിച്ചപ്പോ പറഞ്ഞു. നമ്മുടെ കൈനീട്ടമല്ല, നിന്റെ കൈനീട്ടം. എന്നെ വെറുതെ BP പിടിച്ചിരുത്തിയല്ലേ? അതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നാര് പറഞ്ഞു? എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല മാളു. പിന്നെ ആ ചടങ്ങ് ബോറാക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ പ്രതികരിച്ചില്ലെന്നേ ഉള്ളൂ. ആ, അത് നിന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പോട്ടെ, ദീപ ഞങ്ങളത് അറിയാതെ ചെയ്താവും. അറിയാതെ ഒന്നുമല്ല. അതേക്കുറിച്ച് ഓർക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും ദേഷ്യം വരുക. നീ ഇനി അതേപ്പറ്റി പറഞ്ഞ് അങ്കിളിനോട് ദേഷ്യപ്പെടാനൊന്നും പോണ്ട. പോട്ടെ, വിട്ടേക്ക്. അതെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ചിലപ്പോ നാളെ തന്നെ ഞാൻ ഡെയ്സിന്റെ അടുത്തേക്ക് പോവും. എന്താ പെട്ടെന്നൊരു തീരുമാനം? അവിടെ ത്രേസ്യാമ്മച്ചിക്ക് നല്ല സുഖമില്ലാന്ന് ഡോക്ടർ വിളിച്ചപ്പോ പറഞ്ഞു എന്നോട് പറ്റുമെങ്കിൽ നാളെ അങ്ങോട്ട് ചെല്ലാൻ.